അപ്പോൾ ബഡീസ് ടോയിൻ്റെ ഒരു കോമഡി ഉണ്ട് കേട്ടോ. ഈ ടോയ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന വഴി നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് അവനെ ടെററിസ്റ്റാന്നും പറഞ്ഞ് പിടിച്ചു നിർത്തി. ഈ ടോയ് കണ്ടോട്ടോ നിങ്ങൾ. അത് ലാസ്റ്റ് അവനെ കൊണ്ട് ഇത് മൊത്തം അഴിപ്പിച്ച് ഇത് വർക്ക് ചെയ്ച്ച് കാണിച്ചിട്ടാണ് അവനെ അവിടെ നിന്ന് വിട്ടത്. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ഫ്രാക്ചർ വ്ലോഗ്സ്. ബഡീസ് ഇന്നെന്തായി നമ്മളെന്നറിയോ, ഒരു മിക്കവാറും നമ്മുടെ ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ്. നമ്മുടെ കാറിൻ്റെ അകത്ത് ഒരു ടോയ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെതാ ടോയ് ഉണ്ട്. അപ്പോൾ ആ ടോയ് ഫിക്സ് ചെയ്യണതാണ് ഇന്നത്തെ വീഡിയോ. ആ ടോയും പിന്നെ ബൈക്കിൻ്റെ ടാങ്കില്ലേ, കാണിച്ചുതരാം. നമ്മുടെ ബൈക്കിൻ്റെ ടാങ്കിൻ്റെ ഈ ക്യാപ്പില്ലേ, അത് മാറ്റി വേറൊരു ടൈപ്പ് സാധനം വെക്കണതും കൂടിയാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ സശയൊക്കെ ഫുൾ ഓണായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സശേനെ നമ്മൾ ഇന്ന് കൊണ്ടുപോകണില്ല. എന്നുവെച്ചാൽ ബൈക്ക് ആദ്യം കൊണ്ടുപോയിട്ട് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കാറിൻ്റെ അകത്ത് ആ ടോയ് വെക്കണം. അപ്പോൾ ബഡീസ് നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യണ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബഡീസ് നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ ബൈക്കിൻ്റെ ഇത് കാണിച്ചു തരാം. സശ ഓർത്തേക്കുന്നത് സശനെ കൊണ്ടുപോകുന്നതാണ്, പക്ഷെ നമ്മൾ കൊണ്ടുപോകണില്ല. ഫസ്റ്റ് നമ്മുടെ ബഡീസ് ബൈക്കിൻ്റെ സാധനമാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്കിവിടെ നോക്കിയിട്ട് കിട്ടിയത് ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് UK അവൻ ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നാണ് സംഭവം. ഇതെന്താണെന്ന് വെച്ചത്, നമ്മൾ ഫ്യൂവൽ ടാങ്കിൻ്റെ സാധനം ഇല്ലേ, വേറൊരു ഇത് കൊടുക്കാൻ പോണേ. ഈ ഒരു മോഡൽ സംഭവം സെറ്റാണ്. കാണിച്ചു തരാം. അത് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യണ വീഡിയോ കൂടി കാണിക്കും കേട്ടോ. ഇതിങ്ങനെ വരും, മനസ്സിലായി. ഇത് മാറിയിട്ട് ഇങ്ങനെ വരും. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സച്ചിൻ്റെ ഷോപ്പിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ ആ സാധനം. അപ്പോൾ ഡീസ് നമുക്ക് നേരെ സച്ചിൻ്റെ അടുത്തോട്ട് പോകാം. കമം മറ്റേ സാധനം അങ്ങനെ പടീസ് സച്ചിൻ ടാങ്കിൻ്റെ സാധനം അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഈസ്ക്രൂ തന്നെ മതിയാവും, മറ്റേ പേരുണ്ടല്ലോ. പിന്നെ മറ്റേത് വെച്ചാൽ പടീസ് വേറൊരു ടാസ്ക് ഉണ്ട്. ഇതേപോലെ ലോക്കില്ല ആ സാധനത്തിന്. ജസ്റ്റ് പുഷ് ചെയ്തിട്ട് ഇത് ചെയ്യണം. കീ വേണ്ടല്ലോ. പിന്നെ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട്. പെട്രോൾ ആയിരിക്കുവാണെങ്കിൽ മത്തിയിടാം. പിന്നെ ആ ഒരു ഷോക്ക് വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സംഭവം അതിൻ്റെ അകത്ത് സ്ക്രൂ ഉണ്ടോ? ഇതാണ് സാധനം. ഉണ്ടല്ല പണി പാളിയാ. എനിക്ക് നോക്കാം. ഈ സാധനമുണ്ട്. ആണോ? അത് മറ്റേ അല്ലെങ്കിയാണോ? ഇവിടെ ഈ സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. സച്ചിൻ കനവർക്കാണ് പൊളിയെടുത്തുകൊണ്ടിരിക്കണേ. ബഡീസ് നമുക്കിതിൻ്റെ ഫൈനൽ വ്യൂയിലോട്ട് പോവാം. അപ്പോൾ ബഡീസ് നമ്മുടെ ഈ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചത്, ഇങ്ങനെ ഓപ്പൺ ആക്കാം. സിമ്പിളാണ് സംഭവം. ഇങ്ങനെ ക്ലോസും ചെയ്യാം. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫോൾട്ട് എന്ന് വെച്ചാൽ ലോക്കില്ല. അതുകൊണ്ട് മിക്കവരും ഇത് പിടിപ്പിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മേടിക്കാൻ നോക്കിയിട്ട് എവിടെയും കിട്ടിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പുറത്തുനിന്ന് സെറ്റ് ചെയ്തത്. നമ്മൾ കുറേ നോക്കിയായിരുന്നു ഈ സാധനം കിട്ടാണ്ടായിട്ടെന്ന് വെച്ചാൽ ആരും ഇവിടെ യൂസ് ചെയ്യാനുള്ള ഈ സാധനം. ഇത് പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇതില്ലേ MotoGPയിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തുറന്നിട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്ത് പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ആൾക്കാർ ഇത് യൂസ് ചെയ്യണം. നമ്മൾ പിന്നെ വെറുതെ ഷോയ്ക്ക് സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ബഡീസ് നമ്മുടെ
സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ബഡീസ് നമ്മുടെ ടാങ്കിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ആ സംഭവം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞത് ഇത് കണ്ടോ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇപ്പോൾ വണ്ടി ഓണാന്ന് വെച്ചോ, നമുക്കിത് വേണമെങ്കിൽ പിന്നെയും ഓപ്പൺ ചെയ്യാം. കണ്ട, ഓണാവുന്ന ടൈമിലും ഓപ്പൺ ചെയ്തിടാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപൂർവമായ കണ്ട, അതാണ് ഇതിൻ്റെ, അതാണ് ഈ മോട്ടോ ചെയ്തേ. സശയൊക്കെ വണ്ടി ചെക്ക് ചെയ്യണ എടി സംഭവം സെറ്റല്ലേ. അപ്പോൾ ബഡീസ് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓണാവൂലേ, ഓണാകുമ്പോഴും ഇതേപോലെ ഇങ്ങനെ തുറന്നിടാം. ഈ മോട്ടോ GP ഒക്കെ ചെയ്യൂലേ, മോട്ടോ GP ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരെന്താ വെച്ചാൽ നേരെ വന്നിട്ട് നേരെ വണ്ടി ഓഫ് ചെയ്യൂല, നേരെ ഇത് തുറക്കും, നേരെ ഫ്യൂൽ ഫില്ല്, അങ്ങനെയാണ് ഈ ലാപ്പ് അടിക്കണം. അതിന് വേണ്ടിയാണ് ഈ സംഭവം ചെയ്തേക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തതേ ഉള്ളൂ ബഡീസ്. അപ്പോൾ നമുക്ക് നേരെ മറ്റേ സാധനത്തിൻ്റെ ആ ടോയ് നിങ്ങളെ കാണിച്ചു തന്നില്ല, അതിൻ്റെ നേരെ അൺബോക്സിങ്ങിലോട്ട് പോവാം. അപ്പോൾ ബഡീസ് ടോയിൻ്റെ ഒരു കോമഡി ഉണ്ട് കേട്ടോ. ഈ ടോയ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന വഴി നമ്മുടെ ഡൽഹിയിൽ വെച്ച്, ഡൽഹി എയർപോർട്ടിൽ വെച്ച് അവനെ ടെററിസ്റ്റാന്നും പറഞ്ഞ് പിടിച്ചു നിർത്തി. ഈ ടോയ് കണ്ടോട്ടോ നിങ്ങൾ. അത് ലാസ്റ്റ് അവനെ കൊണ്ട് ഇത് മൊത്തം അഴിപ്പിച്ച് ഇത് വർക്ക് ചെയ്ച്ച് കാണിച്ചിട്ടാണ് അവനെ അവിടെ നിന്ന് വിട്ടത്. അതുവരെ അവൻ മറ്റേ ടെററിസ്റ്റാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തെ ഈ വയറും ഈ സാധനമൊക്കെ ഉണ്ടപ്പോൾ അവരുടെ കിളി പോയി. വല്ല ബോംബോ വണ്ടാരോണെന്ന് ഓർത്തിട്ട് അവനെ പിടിച്ചു നിർത്തി. എന്നാലും ഇത് കാണുമ്പോഴെങ്കിലും അവർക്കൊരു കോമൺ സെൻസ് ഇല്ലേ. പയ്യനെ ടെററിസ്റ്റാന്നും പറഞ്ഞ് പിടിച്ചിട്ട് അവൻ എന്നെ വെളുപ്പിനെ വിളിച്ചിട്ടുണ്ടായിടാ, പോലീസ് വിളിച്ചെന്നും പറഞ്ഞു. ഇതാണ് നമ്മുടെ ടോയ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടർബോ ചാർജഡ് ഇല്ലേ, അതായത് ടർബോ ഉള്ള വണ്ടിക്കാണ് വെക്കോളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ കണ്ട, ഇതിവിടെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ടർബോയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നേരെ ടർബോ കണക്ട് ചെയ്തിട്ട് ഈ സംഭവം ഈ ടർബോൻ്റെ എയർ പ്രഷർ വരുമ്പോഴത്തേക്ക് കണ്ണിങ്ങനെ പുറത്തോട്ട്, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് കാണിക്കണമായിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു ടോയ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ സോംബിയാണ് വെക്കാൻ പോണത്. പിന്നെ പയ്യെ മാറ്റും. ഒരു ഗ്രീൻ മോൺസ്റ്ററും ഉണ്ട്. നമ്മുടെ ഇവിടെ ഇത് കുറേ നോക്കി, ഇവിടെ കിട്ടാനില്ല. പിന്നെ ആമസോണിലൊക്കെ ഈ അടുത്ത് ഞാൻ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. അതിന് 8 രൂപ അടുത്ത് 8000 സംതിങ് ഉണ്ട്, അതായത് 7900 എന്തോ അടുത്തുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് വെക്കാൻ പോകണം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കണമെന്ന്. അത് ഞാനിപ്പോൾ സോംബി ആയിരിക്കും വെക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഇതാണ് ബെറ്റർ ആണ്, ഇതാണ് ബെറ്റർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ബഡീസ് പിന്നെ അതിൻ്റെ അകത്തുള്ള ഇത് കാണിച്ചു തരാം. സാശ നിന്നെ കൊണ്ടുപോകണം കേട്ടോ. ഇതിലും ഞാൻ കൊണ്ടുപോകില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ പോകാനുണ്ട്, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകില്ലേ. വേറെ ഒന്നും വിചാരിക്കരുത് ബഡീസ്. ഇതിൻ്റെ അകത്ത് വന്നത് ഒരു വയറ് വരും. ഇത് കണ്ടോ, ഒരു വയറ് വരും. എന്തിനാണെന്ന് വെച്ചാൽ ടർബോയിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു വയറും വരും. അതെ, ഈ പാക്കും വരും, ഈ സാധനങ്ങളും വരും. ഇത് നമുക്ക് ഫിക്സ് ചെയ്യണ വീഡിയോ കാണിക്കാൻ വേണ്ടി നേരെ നമുക്ക് ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ ഡീസേ നമ്മുടെ ഇടപ്പള്ളിയിലെ സൂപ്പർ ബിയില വന്നേക്കണ. അപ്പോൾ ഡീസേ നമ്മുടെ ആ ടോയ് ഫിക്സ് ചെയ്യാനുള്ള ടർബോൻ്റെ ആ പ്രഷർ വേണമല്ലോ, ആ കണ്ണിങ്ങനെ പുറത്തോട്ട് വരാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ആ എയർ പുറത്തോട്ട് പോണ സ്പേസ് നോക്കിക്കൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേണ്. എല്ലാം അകത്തോട്ടാണ് വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതേ നമ്മുടെ സച്ചിനൊക്കെ നോക്കിയിരിക്കണേന്. അതേ ഒരു ചിരി പൊളി. അപ്പോൾ അതേ ഫുള്ള് അകത്തോട്ടാണ് വലിവ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേണ്. അതേ ഇതാണ് നമ്മുടെ ടോയ്. ഇത് കണ്ണിങ്ങനെ പുറത്തോട്ട് ചാടി വരും. അപ്പോൾ ആ ടോയ് അകത്തോട്ട് വലിക്കണം. പുറത്തോട്ട് വലിക്കാനുള്ള ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അതേ ഈ പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് നോക്കണേന്. അപ്പോൾ നടപടിയാവണല്ലോ. അപ്പോൾ നേരെ ഇതിൻ്റെ ഒരു ലിഫ്റ്റിൽ കയറ്റിയിട്ട് നൈസായിട്ട് പണി നടത്താനാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ആ ലിഫ്റ്റിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കണേണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ വല്ല
വലിക്കാനുള്ള സംഭവം ഉണ്ടാകുന്നുള്ള ഇതിലവർ നോക്കിക്കൊണ്ടിരിക്കണേ. അതായത് അടിയിൽ കൂടി വല്ലതും വലിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എന്താ പൊക്കത്ത് ഒന്നും നടപടിയാവാനുള്ള കുറേ ട്രൈ ചെയ്തു. പക്ഷെ പൊക്കത്ത് അതിൻ്റെ ഇത് ഇലക്ട്രിക്കാണ് വന്നത്. മറ്റേ സാധാ ടർബോ ഇത് പുതിയ മോഡലായതുകൊണ്ട് ഇലക്ട്രിക് പൈപ്പ് എന്തോ വന്നത്. അപ്പോൾ ആ പൈപ്പ് അതിൻ്റെ അകത്ത് ഇല്ല, ഫിക്സ് ചെയ്യാൻ വേണ്ടി ടർബോ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള പൈപ്പില്ല. അപ്പോൾ നൈസായിട്ട് അടിയിൽ കൂടി വല്ല വലിക്കാനുള്ള വല്ല പൈപ്പ് ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബഡീസ്. മിക്കവാറും ഇത് ഒരു 80% ചാൻസേ ഉള്ളൂ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ വെക്കാൻ പറ്റൂല മിക്കവാറും. ബഡീസേ നമുക്കൊരു പണി കിട്ടിയ ബഡീസേ. ആ ടോയ് വെക്കാൻ നോക്കിയിട്ട് സംഭവം വെക്കാൻ പറ്റിയില്ല, ആകെ പണിയായി പോയി. എന്താ വെച്ചാൽ നമ്മുടെ ടർബോ ഇലക്ട്രിക് ലൈനാണ് വന്നത്. അതായത് മറ്റേത് പൈപ്പാണ് വന്നത് സാധാ. ഇത് എൻ ലൈനിന് ഉണ്ടായി, എൻ ലൈനിന് ഇതാ വന്നത് നമ്മുടെ ഒരു ഇലക്ട്രിക് മോഡലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പൈപ്പ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ള ബഡീസ്. അതുകൊണ്ട് ഈ ടോയ് വെക്കാൻ പറ്റുള്ള നമ്മുടെ ഈ പോളോ അതിനൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ബഡീസ് നമ്മൾ ഈ ടോയ് സെയിൽ ചെയ്യാൻ പോണേണ്. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും വേണമെങ്കിൽ പറയാം. നമുക്ക് ഓൺലൈനിന് നല്ല റേറ്റ് ഉണ്ട്. ഞാൻ 5K കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കണം. നിങ്ങൾക്ക് ആയിരിക്കും വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യും, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ പോളോയെ ഞാൻ ഒരു ഫോട്ടോ ഇവിടെ ഈ കാണുന്ന ഫോട്ടോ ഉണ്ടോ, ഈ ഫോട്ടോ ഉള്ള ആ പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പുള്ള വണ്ടിക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാം. നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ള ആകെ സെഡായി. നമ്മൾ കുറേ ട്രൈ ചെയ്ത്, പക്ഷേ നടപടിയാവാനുള്ള ലാസ്റ്റ് വെക്കേണ്ടതെന്ന് തന്നെ വെച്ച്, അല്ലാതെ വേറെ വഴിയില്ല. പിന്നെ അല്ലെങ്കിൽ ഹെഡറൊക്കെ കട്ട് ചെയ്ത് ആകെ ചടങ്ങാവും. അതുകൊണ്ട് നമ്മൾ ഈ ടോയുടെ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോയ് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു, സെറ്റ് ചെയ്യാൻ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം 5K കൊടുക്കണം, ആർക്കൊക്കെ വേണമെങ്കിൽ പറ. അപ്പോൾ ബഡീസ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യ്. പിന്നെ ടോയ് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യ്. പിന്നെ ഇത് വെക്കാൻ വേറെ ഏതെങ്കിലും വഴി അറിയാവുന്നവർ അതും കൂടി കമൻറ്റ് ചെയ്യ്. ഹുണ്ടായി ഓൺലൈനിൽ വെക്കാൻ വേറെ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യ്. ബഡീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ബഡീസേ ഇതാണ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും നമ്മൾ ടോയ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കണം.